നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. പുതിയതായിട്ട് അധികാരത്തിൽ വന്ന UDF സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കടുത്ത വരുമാന നഷ്ടം നേരിടുന്ന സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയും അതേപോലെ സ്വകാര്യ ബസ്സുകളിലെ വിവിധ തൊഴിലാളി സംഘടനകളും ചേർന്നുകൊണ്ട് പത്തനംതിട്ടയിൽ ഇന്ന് ബസ് പണിമുടക്കും തുടർന്ന് ഒരു പ്രതിഷേധ പ്രകടനവും നടക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ലക്ഷങ്ങൾ ശമ്പളമാകുന്ന സ്ത്രീകൾക്ക് സമയം നൽകുമ്പോൾ ഉടമയും തൊഴിലാളി ചോദിക്കുന്നു ഞങ്ങളെ സ്ത്രീകളെ കണ്ടില്ലേ, ഞങ്ങളെ മക്കളെ കണ്ടില്ലേ? കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഏറ്റവും വലിയ ആഘാതം നൽകി തന്നിരിക്കുന്ന കേരള സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും എല്ലായിടത്തും നടന്നു വരികയാണ്. അതനുസരിച്ച് പത്തനംതിട്ട ജില്ലയിൽ ബസ് ഉടമ സംഘടനകളും തൊഴിലാളി യൂണിയനുകളും കൂടി ചേർന്നുള്ള പ്രതിഷേധ മാർച്ചും ധർണയുമാണ് നടക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട്
ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സി മനോജ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനീയരും ആദരണീയരുമായ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർ, ഈ പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾ, ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, ഈ യോഗം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ മുൻ ടൂറിസം വകുപ്പ് മന്ത്രിയും CPIM-ന്റെ നേതാവും CITU-ന്റെ ചുമതലക്കാരനുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവറുകളാണ്. സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ പ്രിയദർശിനി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തൊഴിലാളി സമൂഹവും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാ സംഘടനകളും ചേർന്ന് ഒരു പൊതുഗതാഗത സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ കൂടിയാണ് കടകംപള്ളി സാർ. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി CITU ബസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ KK സുരേന്ദ്രൻ അവറുകളെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനമുള്ള ബസ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റും സമര സമിതിയുടെ ചെയർമാനുമായ മുൻ മന്ത്രി കടകംപള്ളി XMLA, യോഗത്തിന്റെ അധ്യക്ഷൻ. ഈ പ്രിയദർശിനി പദ്ധതി നമ്മൾ പറഞ്ഞതുപോലെ ജനങ്ങൾ താല്പര്യപ്പെടുന്നത് പോലെ തന്നെ സ്വകാര്യ ബസ് ഉടമസ്ഥരും അതുപോലെ തൊഴിലാളി സുഹൃത്തുക്കളും ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ആദ്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുമ്പോൾ ഗവൺമെന്റ് കാര്യമാത്ര പ്രസക്തമായ ആലോചനകളില്ലാതെ എങ്ങനെ ഇത് നടപ്പാക്കണമെന്നുള്ളതിനെ കുറിച്ചൊരു കാര്യമായ മുൻവിധിയോടുകൂടി അല്ലാതെ ഇത് നടപ്പാക്കിയതിന്റെ ഭാഗമായി കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് നഷ്ടത്തിലേക്കും അതിലേറെ ഇത് നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് അതിയായ സന്തോഷവും അതിലേറെ ദുഃഖവുമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ. കാരണം കേരളത്തിൽ ആദ്യമായി ഇതിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ തൊഴിൽ ദാതാവും തൊഴിലാളികളും സംയുക്തമായി കേരളത്തിലെ എല്ലാ മേഖലയിലും, മെനഞ്ഞാന്ന് കാസർഗോഡ് ഞാനായിരുന്നു ഇതിന്റെ ധർണ ഉദ്ഘാടനം. അവിടെയും ഏതാണ്ട് 2000-ലധികം തൊഴിലാളികളും ഉടമസ്ഥന്മാരും പങ്കെടുത്തു. അപ്പൊ അതുപോലെ വലിയ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനും ഇതുപോലെ ഒന്നിക്കുന്നതിനും സാഹചര്യം ഉണ്ടായതിന്റെ സന്തോഷവും, എന്നാൽ ഇത് എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ ഒരു സങ്കടവുമാണ് ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ഒരു സംയുക്ത സമരസമിതിയാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി കടക്കുന്നില്ല, കാരണം വലിയ മഴ വരികയാണ്. അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതായാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ടവരായ ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ ടൗണുകളിലേക്കും തിരിച്ചും വീടുകളിലേക്കും പോകുന്ന പാവപ്പെട്ട അമ്മമാരും സഹോദരികളും KSRTC ഇല്ലാത്ത മേഖലകളിൽ ബുദ്ധിമുട്ടുന്ന അവരുടെ ജോലി കഴിഞ്ഞ് ഓട്ടോറിക്ഷയും അതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ അടിയന്തരമായി ഗവൺമെന്റും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിനൊരു നടപടി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനായ നമ്മുടെ ഗതാഗത സംരക്ഷണ സമിതിയുടെ ചെയർമാനും CITU-ന്റെ സമിതിനായ നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ കടകംപള്ളി സാറിനെ ആദരപൂർവ്വം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും കൂടി ക്ഷണിച്ചുകൊള്ളുന്നു.